കൊച്ചിയിൽ പിടിയിലായ പ്രമുഖ സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയവർക്കായുള്ള അന്വേഷണം എക്സൈസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഫ്ളാറ്റ് ഉടമയായ സംവിധായകൻ സമീർ താഹിറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇന്ന് നോട്ടീസ് നൽകുമെന്നാണ് അറിയുന്നത്. ആജ്ഞ തന്നെ വിവരങ്ങൾ നൽകും. ആജ്ഞ, ആ കേസ് ആദ്യത്തെ ആ ഒരു ബഹളത്തിനപ്പുറം എവിടം വരെ എത്തി എന്നറിയാനുള്ള ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ടാവും. സ്വാഭാവികമായും രണ്ട് വലിയ പേരുകൾ വന്നപ്പോൾ അത് ആഘോഷിച്ചു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ കഞ്ചാവ് എത്തിയത് എവിടെ നിന്ന്, ആ സ്ഥലം ഒരു സ്ഥിരം കഞ്ചാവ് പാർട്ടികളൊക്കെ നടക്കുന്ന സ്ഥലമാണോ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ആ അന്വേഷണം എവിടെ വരെ ആയിട്ടുണ്ട്? ശ്രീജ, സിനിമാ ചർച്ചകൾക്കായി നിരന്തരം സിനിമാ പ്രവർത്തകർ വന്നു പോകുന്ന ഒരു ഇടമാണ് ഈ ഫ്ളാറ്റ് എന്ന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തനത്തിനല്ല, ഇത്തരത്തിൽ ലഹരി ഉപയോഗം സ്ഥിരമായി നടക്കാറുള്ള ഒരിടം കൂടിയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് കേന്ദ്രീകരിച്ചിരുന്നതാണ്. എന്തായാലും മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വെളിപ്പെടുത്തിയതുപോലെ ഈ രണ്ട് സംവിധായകരെ തേടി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ എക്സൈസ് അവിടെ എത്തിയിരുന്നത്. ഒരു ഓസ്ട്രേലിയൻ പ്രവാസി കഞ്ചാവുമായി എത്തി, ലഹരിയുമായി ഫ്ളാറ്റിലെത്തി എന്നുള്ള വിവരത്തെ തുടർന്നാണ് ഡാൻസർ സംഘം, എക്സൈസ് സംഘം അവിടെ എത്തുന്നതും പരിശോധന നടന്നതും. പരിശോധനയ്ക്കിടയിലാണ് ഇത് പ്രമുഖരായ രണ്ട് സംവിധായകരാണ് എന്നവർക്ക് മനസ്സിലാകുന്നതും. അതേസമയം മാത്രമല്ല, ഈ ഖാലിദ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കിടെ എക്സൈസ് ഇൻസ്പെക്ടറോട് താൻ മഞ്ഞുമ്മൽ ബോയ്സിൽ ഡ്രൈവറുടെ വേഷം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അന്വേഷണം വഴിതിരിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തന്നിലേക്കുള്ള ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ ശ്രമിച്ചു എന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. ഇങ്ങനെ, അതായത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഷാലിഖ് മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് പ്രവാസി എന്നുള്ള കാര്യമാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. ഷാലിഖ് മുഹമ്മദിന് എവിടെ നിന്നാണ് കഞ്ചാവ് കിട്ടിയത് എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതായത് ഇവരുടെ മുറിയിൽ നിന്നും ഈ ഫ്ളാറ്റിൽ നിന്നും ഇത് ക്രഷറും അതുപോലെ ഇത് വലിക്കാനുള്ള ഉപകരണവും കണ്ടെത്തിയതോടുകൂടി നിരന്തരം ഈ കഞ്ചാവ് ഉപയോഗം നടക്കുന്ന ഇടമാണ് എന്ന് എക്സൈസിന് മനസ്സിലായിട്ടുണ്ട്. അന്ന് പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ പോലും അത് പക്ഷേ ഈ തരത്തിൽ ഈ ഉപകരണങ്ങൾ കൂടി കണ്ടെത്തിയതോടുകൂടി നിരന്തരം ഉപയോഗിക്കുന്ന ഒരിടമാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. പക്ഷേ സമീർ താഹിർ അവിടെ ആ സമയത്ത് പരിശോധന സമയത്ത് ഉണ്ടായിരുന്നില്ല. സമീർ താഹിറിൻ്റെ അറിവോടുകൂടിയാണോ കഞ്ചാവ് ഉപയോഗം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ലഹരി ഉപയോഗങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് എക്സൈസിന് അറിയാനുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മളോട് സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അറിയിച്ചിരുന്നു. സമീർ താഹിറിന് ഇന്ന് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രമുഖരായ രണ്ട് സംവിധായകർ ഈ ലഹരി കേസിൽ പെടുകയും അതേ തുടർന്ന് വലിയ ബഹളങ്ങൾ ഒരുപക്ഷെ ഇല്ലാതായത് അടുത്ത ദിവസം തന്നെ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും ഈ കഞ്ചാവ് പിടിച്ച സംഭവം ഉണ്ടായിരുന്നത് കൊണ്ട് പ്രമുഖർക്ക് പിന്നാലെയെല്ലാം ഈ ലഹരി കേസുകൾ പോകുന്നതിന് അങ്ങോട്ട് ശ്രദ്ധ തിരിഞ്ഞതാകാം എന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഇത് സിനിമാ മേഖലയിൽ വലിയ ചർച്ചയ്ക്ക് ഇടമായിട്ടുണ്ട്. ഫെഫ്ക ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സംവിധായകരെയും സസ്പെൻഡ് ചെയ്യുകയും ടെക്നീഷ്യന്മാരുടെ ഇടയിലാണ് കൂടുതൽ കഞ്ചാവ് ഉപയോഗം ഉണ്ടാകുന്നത്. സജി നന്ദ്യാട്ടിന്റെ കമന്റിനെതിരെ ഫെഫ്ക കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഫിലിം ചേംബർ ഇന്നലെ മീറ്റിംഗ് കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത്തരത്തിലുള്ള ഈ സിനിമാ മേഖലയിലെ ആളുകൾ തമ്മിലുള്ള ഒരു തർക്കത്തിനും ഒക്കെ ഇടയാക്കിയിട്ടുമുണ്ട് ഈ രണ്ട് സംവിധായകരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത സാഹചര്യം. ശ്രീജ, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.